എന്നെ മനസ്സിലായോ? ഇല്ല. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ? ഇല്ല, നല്ല ഓർമ്മ കിട്ടുന്നില്ല. എങ്കിൽ ഇനി കൂടുതൽ ആലോചിക്കണ്ട, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാ കാണണേ. ആരാന്ന് പറഞ്ഞില്ല. ഞാൻ ഇവിടുത്തെ പത്മജയുടെ ഫ്രണ്ടാ. നാട്ടിൽ വന്നപ്പോ ഒന്ന് കാണണോന്ന് കരുതി. ആ, വിളിക്കാം, വരൂ. മോളെ പത്മജേ. പിന്നെ ഒരു കാര്യം, കല്യാണ സാരി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തോളാം. അതെന്റെ പ്രസന്റ് ആയിക്കോട്ടെ. ആക്സിഡന്റ് ആന്റി. സംസാരിച്ച് നിന്നാലേ സമയം പോണതറിയില്ല. ആരത്? വണ്ടി എടുത്തോ, വിട്ടോടാ. അയാളെവിടെ പോയോ? ആരാച്ചാ വന്നത്? ഇവളെ കാണാന്ന് പറഞ്ഞു വന്നതാ. എന്നെ കാണാനോ? പിന്നെന്തിനാ അവൻ ഓടിയത്? ഇനി വല്ല കള്ളനുമായിരിക്കോ? ഒരു കള്ള ലക്ഷണം അവനുണ്ടായിരുന്നു. ആ, ആരെങ്കിലും ആവട്ടെ. മോളെ, നമുക്ക് ട്രെയിനിന് സമയമായി, ഇറങ്ങാം. ആ കൊച്ചുകുറുപ്പിനെ കണ്ടില്ലല്ലോ. വരും മുതലാളി, വരും. സാർ കാശ്. ഓ, ടെൻഷൻ കൊണ്ട് മറന്ന. എന്നാ മോർഫിംഗ്. അതെ, മോർഫിംഗ്. കേട്ടോ സാർ, സൂക്ഷിച്ചു പോ. അവന്റെ മുഖം മൂടി വലിച്ച് കീറുമോലി. നിക്കടാ അവിടെ. എന്നോടാണോ? എന്താ പ്രശ്നം? നിന്റെ ഈ മുഖം കൂടി കടിച്ചു കീറുക. അയ്യോ, ആളത്തിനെ പിടിച്ചേക്കണേ. നോക്കി നിൽക്കാതെ അവനെ പിടിയറാ പട്ടികളെ. ചവന്തീനി അയാളെന്നെ കടിച്ചീറാൻ വന്നു. കളിച്ച് കളിച്ച് ഇയാള് മേലുപദ്രവം തുടങ്ങിയോ? ആ, നീ വണ്ടി കയറ്, ഇറങ്ങി കാര്യം മുടക്കണ്ട. എങ്ങട്? കല്യാണ ഡ്രസ് എടുക്കാൻ. കേറുന്നടാ. മുതലാളി അവര് രണ്ടുപേരെ ശ്രദ്ധിച്ചായിരുന്നോ? അത് രണ്ടും കൂടെ ഒന്നല്ല, രണ്ടാ. അപ്പോഴിത് മോർഫിംഗ് അല്ല, തെറ്റുപറ്റിയത് നമുക്കാ. മുതലാളി, ഞാൻ നാന വായിച്ചെല്ലാം പഠിച്ചു. ഇതൊരു പുതിയ ടെക്നിക്കാണ്, ഒരാളെ രണ്ടാളാക്കി മാറ്റുന്ന വിദ്യ. ഇതിന് ക്ലോണിംഗ് എന്ന് പറയും. എന്താ ക്ലോണിംഗ്? ഇതിന് ക്ലോസിംഗ് എന്ന് പറയും. നിന്റെ ചാപ്റ്റർ ക്ലോസ്. ആ, ഇന്ന് തന്നെ അയച്ചേക്കണം. ആ, നാളെ എങ്കിലും കിട്ടണം. ഓണമൊക്കെ കഴിഞ്ഞ റിങ് ചെയ്താ ഒരിക്കലും എടുക്കാത്ത നമ്പറായിട്ട് ഒരുത്തം പന്നുണ്ട്. വെറുതെ സമയം എടുക്കാൻ. ഒന്ന് വിളിച്ചോട്ടെ. അയാളൊന്ന് ഇറങ്ങിക്കോട്ടെ. 4850. അതെ, പഴയ നമ്പർ തന്നെയല്ലേ, അത് കിട്ടൂല. കരിനാക്കെടുത്ത് വളയ്ക്കാതെ. ഇതെന്താ നേർച്ചയാണ്? കൽക്കട്ടയ്ക്ക് ഒന്ന് വിളിക്കണല്ലോ. അതെ, ഒരു പ്രാവശ്യത്തെ കൂടുതൽ ട്രൈ ചെയ്ത് തന്നെ മെനക്കെടുത്തരുത്. ഹലോ ഹലോ ഹലോ, ഞാനാ. ഇത്രയും കാലം ഫോൺ കിട്ടാനിട്ടായിരുന്നു. കിട്ടിയപ്പോ ഒന്നും മിണ്ടുന്നില്ല. എന്താ ഇത്? ഹലോ, എന്താ എന്നെ പിന്നെ വിളിക്കാഞ്ഞത്? വിളിക്കണുണ്ടായിരുന്നു, കിട്ടണ മുഴുവൻ റോങ് നമ്പറാ. ഞാനിപ്പോ നാട്ടിൽ ഈ ഫോൺ ഒന്ന് കിട്ടാൻ വേണ്ടി ദിവസം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാനും. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഇപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയത്. ഞാൻ വലിയ ടെൻഷനിലായിരുന്നു. അതിനേക്കാൾ വലിയ ടെൻഷനില്ല ഞാൻ. എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. എന്നെ കൊണ്ടുപോവോ? ഞാൻ വിളിച്ചാ വരുമോ? എവിടെ വേണേലും വരാം. എന്നാ ഞാൻ ബാംഗ്ലൂർക്ക് വരട്ടെ? അത് വേണ്ട, ഞാൻ ഇന്ന് നാട്ടിൽ പോവാ. എന്നാ ഞാൻ വീട്ടിലേക്ക് വരാം. വീട് എവിടാന്ന് പറഞ്ഞാ മതി. വേണ്ട, എന്റെ അമ്മമാര് ഭയങ്കര പ്രശ്നക്കാരാ. അനിയൻകുട്ടി പറ, ഞാൻ എവിടെ വരണ്ടേ?
എന്റെ വീട്ടിൽ നിന്ന് കുറെ ദൂരമുണ്ട് ഒരുവാതിൽ കോട്ടയ്ക്ക്. സാരല്ല, ഞാൻ എങ്ങനെയെങ്കിലും എത്താം. എപ്പോഴാ വരണ്ടേ? 27 തീയതി രാവിലെ 8 മണിക്ക് വന്നാ മതി. 27-ാം തീയതിയോ? എന്താ ഒന്നും പറയാത്തത്? ഞാൻ കാത്തു നിൽക്കും. അനിയൻകുട്ടി, വീട്ടുകാർക്ക് മുഴുവൻ അപമാനം വരുത്തി വെച്ചിട്ടാ ഞാൻ ഓടിപ്പോരുന്നത്. വരാതിരിക്കോ? വന്നില്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് കരുതിയാ മതി. എങ്കിൽ അടുത്ത ട്രെയിനിന് ഞാൻ തലവെക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ എത്തിയിരിക്കും, തീർച്ച. ഞാൻ ബുക്ക് സ്റ്റാളിന്റെ മുന്നിൽ കാത്തു നിൽക്കും. എന്നാ ഞാൻ വെച്ചേക്കട്ടെ. ചെല്ലി കൽക്കട്ട കൽക്കട്ട. ഇത്രയും നാള് വിളിച്ചിട്ട് കിട്ടാത്തതിലുള്ള നഷ്ടമൊക്കെ നികത്തി തന്നെ നന്ദി. ഇതാ ബില്ല് 740 രൂപ. ഇന്നാ 800 രൂപയുണ്ട്. ആ. ബാക്കി താമസം. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. ഞാൻ തെറ്റിദ്ധരിച്ച് ഇടക്കിടക്ക് വരണേ. ഞാൻ മോനെ നല്ല സൈസ് ഒത്ത 10-20 അവിടെ കാണും. അവര് നിന്നെ നിരത്തും. കപ്പല് മറിക്കാൻ കൊഞ്ചുപൊടി മതിയെന്നല്ലേ കണക്ക്. അവരെ നേരിടാൻ എനിക്ക് ബുദ്ധിമതി, ശക്തി വേണ്ട. ബുദ്ധി നിങ്ങൾക്ക് കുറവാണെന്നറിയാം. എന്നാര് പറഞ്ഞു? അതുകൊണ്ടാണല്ലോ ഈ പണിക്ക് വന്നത്. എല്ലാം വിശദമായിട്ട് പറഞ്ഞു മനസ്സിലാക്കടാ. നമ്മളിപ്പോ പോണത് കുറുപ്പിന്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് നമ്മൾ അടി തുടങ്ങുമ്പം എതിർ ടീമിലെ 3-4 എണ്ണം വെറുതെ വായും പൊളിച്ചു നിൽക്കണം. നമ്മളെ മുതലാളിയുടെ മേക്കിട്ട് കയറാൻ ചെല്ലും. മുതലാളിയുടെ എല്ല് പറപടാന്ന് ഓടിയണ കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് മുതലാളിയുടെ സംരക്ഷണ ചുമതല നിനക്കായിരിക്കും. എന്റെ ബോഡിയുടെ ചുമതല നിനക്ക്. ചെക്കനെ പൊക്കേണ്ട ചുമതല നിനക്ക്. എനിക്കാരാ ചെക്കൻ അറിയില്ല. കണ്ടാ കൊള്ളാൻ പിടിടാ. എനിക്ക് അവരെ തന്നെ വേണം. കൂട്ടത്തിൽ നല്ല പെങ്കൊച്ചുങ്ങളുണ്ടെങ്കിൽ വിടണ്ട. ഞാൻ കെട്ടിയിട്ടില്ല. നിന്നെ ഞാൻ കെട്ടുകെട്ടിക്കും. ഓ എന്നാ പുറപ്പെടാം. ഓ അവന്മാരുടെ പാർട്ടിയാ. അത് ഇവിടുന്ന് തുടങ്ങിക്കോ. എന്താണ് പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങളുടെ കൈ വീണാൽ ഇവൻ ചത്തുപോകും. വെറും ഞരമ്പ്. ഇവൻ ഞങ്ങൾക്കൊരല്ല. ഇവനെ പോലെ കുറെ എണ്ണ അവിടെ കാണൂ. അപ്പൊ നിങ്ങൾ തല്ലില്ലേ? അവൻ എന്റെ അടുത്തേക്ക് വരുന്നു. അടിയടാ. വേണ്ട. എന്താണ് നിന്നത്? വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ശത്രുവായിട്ടല്ല വന്നത്. പിന്നെ മിത്രമായിട്ടാണോ? അതെ. നിങ്ങളിപ്പോ അങ്ങോട്ട് ചെല്ലുന്നത് ബുദ്ധിയല്ല. ഇവന്മാരെക്കാളും നല്ല തന്റെ ഇടവും തടിമെടുക്കുമുള്ള ഷൊർണൂർ ഗുണ്ടകൾ അവിടെയുണ്ട്. ഈ ഓച്ചറ പ്രദേശത്തിന്റെ കയ്യിൽ അവര് ഭസ്മം. അതൊക്കെ വെറും തോന്നല. അവന്മാരുടെ കയ്യിൽ എങ്ങാനും ഇതുങ്ങളെ കിട്ടിയ അടിച്ചൊതുക്കി മടക്കി എടുത്ത് ആശുപത്രിയിലെത്തിക്കും. എന്നിട്ട് അവർ മനസ്സമാധാനത്തോടെ നാളെ കെട്ടെടുത്തും ചെയ്യും. ദേ, എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഞാൻ കൊച്ചുറുപ്പിനെ ഇവിടെ എത്തിക്കാം. സംശയിക്കണ്ട. എന്ന് മനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്നവനാണ് ഞാൻ. സത്യമെല്ലാം അറിഞ്ഞത് ഇപ്പോഴാണ്. ഒരു പാവം പെൺകുട്ടിയെ വഞ്ചിച്ചിട്ട് മറ്റൊരു പെണ്ണിനെ താലി ചേർത്ത ഞാൻ സമ്മതിക്കില്ല. ഒരുക്കങ്ങൾ നടക്കട്ടെ. മുഹൂർത്തത്തിന് മുമ്പ് അവനെ ഞാൻ എവിടെ എത്തിക്കണമെന്ന് പറ. എത്തിക്കേണ്ടത് ഭഗവതി ക്ഷേത്രത്തിൽ. പക്ഷെ നിന്നെ വിശ്വസിക്കാവോ? വിശ്വസിക്കാം, ഉറപ്പ്. നീ ഇതുവരെ നിന്റെ ഉറ്റ സുഹൃത്തിനോട് കാണിച്ച അതേ സ്നേഹവും ആത്മാർത്ഥതയും നാളെ എന്നോടും കാണിക്കില്ല എന്നെന്താ ഉറപ്പ്? മനസ്സിലായില്ല. നീ എന്നെ വലിപ്പിക്കില്ല എന്നെന്താ ഉറപ്പ്? ഞാൻ വലിപ്പിക്കില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വലിപ്പീര് കേസുകളെ കണ്ടാൽ ഇവന്മാർക്കറിയാം.